ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ വെണ്ടയ്ക്കായും ഗ്രാമ്പും ഒക്കെ ഉപയോഗിച്ചുള്ളൊരു സിറം, അല്ലെങ്കിൽ നമുക്കൊരു ജെൽ ഫേസ് സിറം എന്ന് പറയാം. അപ്പോൾ ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തുള്ള പിമ്പിൾസ്, അതിൻ്റെ പിമ്പിൾസിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പോകാനും, അതിന് സ്കിൻ നല്ലൊരു ബ്രൈറ്റ് ആകാനും, അതുപോലെ വിങ്കിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഒക്കെ, പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു സിറമാണിത്. നമുക്കൊരു ജെൽ പരുവത്തിൽ കിട്ടുന്നതാണ്. നമുക്ക് നൈറ്റ് ക്രീമായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിവിടെ വേണ്ട നല്ല ഫ്രഷായിട്ട് കഴുകിയെടുത്ത നല്ല 2-3 വെണ്ടയ്ക്ക എടുക്കുക. നല്ല എളുപ്പം വെണ്ടയ്ക്ക എടുക്കുക. നമുക്ക് കഴുകി അതിനകത്ത് പുഴുക്കളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3-4 കഷ്ണം ഗ്രാമ്പ് കൂടി എടുക്കുക. ഈ 3-4 കഷ്ണം ഗ്രാമ്പും ഈ വെണ്ടയ്ക്കയും കൂടെ നമുക്ക് ചെറിയൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോട് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ്. വാട്ടർ ചേർത്ത് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. നമുക്ക് തിളച്ച് കഴിയുമ്പോൾ നമുക്കൊരു ജെൽ പരുവത്തിൽ ഇത് കിട്ടും. അപ്പോൾ നമുക്കൊരു 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് തിളപ്പിക്കുമ്പോഴത്തേന് ഇത് നല്ല കൊഴുപ്പ് രൂപത്തിൽ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിത് തിളച്ച് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തണുക്കാൻ വേണ്ടി കുറച്ച് നേരം മാറ്റി വെച്ച ശേഷം നമുക്കിത് അരിപ്പ ഉപയോഗിച്ചൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനത് തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനൊരു അരിപ്പ ഉപയോഗിച്ച് ഇതിൻ്റെ ജെൽ രൂപത്തിൽ കിട്ടിയേക്ക ഈ ഒരു സിറം നമുക്ക് ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത ശേഷം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് തണുത്ത ശേഷം മാത്രമേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അലോവേര ജെല്ല്, അതുപോലെ തന്നെ ലെമൺ ജ്യൂസ്, ഈ വൈറ്റമിൻ സി ക്യാപ്സൂൾ, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലൊരു ജെൽ രൂപത്തിൽ കിട്ടും. നമുക്ക് സിറമായിട്ടും ഒക്കെ ഉപയോഗിക്കാം. ഒരു 1 ടീസ്പൂൺ അലോവേര ജെല്ലും ഒരു 1 വൈറ്റമിൻ സി ക്യാപ്സൂളും അതുപോലെ തന്നെ ലെമൺ ജ്യൂസും കൂടെ എല്ലാം മിക്സ് ആക്കിയ ശേഷം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് രാത്രി അപ്ലൈ കൊടുത്ത ശേഷം രാവിലെ നമുക്കിത് കഴുകിക്കളയെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അത് രാത്രി അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഒരു 10-20 മിനിറ്റ് മുഖത്ത് വെച്ച ശേഷം ഒരു തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുഖത്തുള്ള പിമ്പിൾസൊക്കെ പോവുകയും സ്കിൻ നല്ലൊരു ബ്രൈറ്റ് ആവുകയും അതുപോലെ സ്കിന്നിൽ നല്ലൊരു ടൈറ്റനിങ് കിട്ടുകയും വിങ്കിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഒക്കെ വളരെ നല്ലതാണ്. നമുക്ക് തയ്യാറാക്കി ചെറിയൊരു ബോട്ടിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നത്. ഒരു 10-12 ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച ശേഷം ഡെയിലി നമുക്കിതുപോലെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്കൊരു 10-20 മിനിറ്റ് മുഖത്ത് വെച്ച ശേഷം കഴുകിക്കളയാം. അല്ലെങ്കിൽ നൈറ്റ് അപ്ലൈ മുഖത്ത് പുരട്ടിയ ശേഷം രാവിലെ നിങ്ങൾക്ക് കഴുകുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുഖത്ത് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പാറുകയും സ്കിൻ നല്ലൊരു ബ്രൈറ്റ് ആകുകയും നല്ല ഷൈനിങ് തോന്നുകയൊക്കെ ചെയ്യും. അതുപോലെ നമുക്ക് പലരുടെയും പ്രശ്നമാണ് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവുക, ചിറിയുടെ ഇവിടെയും അതുപോലെ കണ്ണിൻ്റെ താഴെയൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു സിറം ഡെയിലി നമ്മൾ രാത്രി മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം രാവിലെ കഴുകി കളയുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുകയും നമ്മുടെ സ്കിൻ നല്ലൊരു ബ്രൈറ്റ് ആവുകയും നല്ല ഗ്ലോയിങ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു സിറം എല്ലാം തയ്യാറാക്കി നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.